السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇവിടെ സൂറത്തുൽ ആഇല അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അപ്പൊ രണ്ട് ഭാഗമായി നമ്മൾ ആറ് ആയത്തുകൾ വീതം 12 ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഇനി അവസാനമുള്ള 7 ആയത്തുകൾ കൂടി പഠിച്ചാൽ സബ്ഹിസ്മ എന്ന് പറയുന്ന സൂറത്തുൽ ആഇല ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൂറത്ത് ഒന്ന് ഓതിയിട്ട് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 7 ആയത്തുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂറത്തുൽ ആയില എന്ന് പറയുന്ന ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ സാധാരണ ജുമഅക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കേട്ട് പരിചയിക്കുന്ന ആയത്തുകൾ ഇതായിരിക്കും. തുമ്മ ലാ യമൂതു ഫീഹ വലാ യഹ്യ എന്നു മുതലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. കാരണം ചില ഇമാമുകൾ ഇവിടുന്ന് അങ്ങോട്ട് ഓതും, അല്ലെങ്കിൽ മറ്റു ചില ഇമാമുകൾ ചെയ്യുന്നത് എന്തായിരിക്കും, ആദ്യം മെല്ലെ സാവധാനത്തിൽ എന്ത് ചെയ്യും, ശബ്ദമില്ലാതെ സബ്ഹിസ്മ തുടങ്ങിയിട്ട് ഇവിടം വരെ ഓതിയിട്ട് ഇതിന്റെ ബാക്കിയായിരിക്കും ഓതുന്നത്. അത് എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിലേക്ക് പറയുന്നില്ല. ഈ ആയത്തുകൾ എങ്ങനെ കൃത്യമായി പഠിക്കാം എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. തുമ്മ സ എന്ന് പറയുമ്പം ഈ ഒരു അക്ഷരം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോഴാണ് സ എന്നുള്ള അക്ഷരം കൃത്യമായി വരുന്നത്. തുമ്മ മ എന്ന് പറയും ചുണ്ട് മൃദുലമായിട്ടാണ് അടക്കുന്നത്. പക്ഷെ അവിടെ ശബ്ദമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, തുമ്മ തുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ ثم لا يموت فيها ولا يحيا. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യമൂതു യഹ്യ എന്ന് പറയാൻ പാടില്ല, യമൂതു യഹ്യ എന്ന് തന്നെ ഉച്ചരിക്കണം. ثم لا يموت فيها ولا يحيا. വേറെ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. മ എന്നുള്ളത് എന്ത് ചെയ്യണം, മണിക്കണം. ثم لا يموت فيها ولا يحيا قد أفلح من تزكى. ഇവിടെയും തെസക്ക എന്നായി പോകാൻ പാടില്ല, തസക്ക എന്നുള്ളതാണ് ശരിയായ ഉച്ചാരണം.
ഇവിടെ സ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ അഥവാ രണ്ട് വരി മുൻപല്ലുകളുടെ തൊട്ട് പിൻഭാഗത്ത്, തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അത് നിലനിൽക്കുക. അപ്പൊ സ എന്നുള്ള ഉച്ചാരണം എവിടുന്നാണ്? നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള അകലത്തിൽ വരും. ഖദ് അഫ്ലഹ, ഖദ്, ദ ഞാൻ നേരത്തെ പറഞ്ഞ അക്ഷരാണ്. അത് ഖദ് എന്നുള്ളത് അഫ്ലഹ പോലെ അഫ്ലഹ എന്ന് പറയില്ല. കാരണം അത് കുതുബ് എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ പെട്ടതല്ല. അതേസമയത്ത് ഖദ് അഫ്ലഹ എന്ന് പറയാൻ പറ്റില്ല. ഖദ്, ദ്, അതെന്ത് ചെയ്യണം? ആ സുക്കൂന് പൂർത്തിയാക്കി ഉച്ചരിക്കണം. ഖദ്. അതേപോലെ അഫ്ലഹ എന്ന് പറയേണ്ട അഫ്ലഹ, അഫ്ലഹ, ഖദ് അഫ്ലഹ, ഖദ് അഫ്ലഹ മൻ തസക്ക, മൻ തസക്ക. അവിടെ മൻത സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നാൽ അതിന് നമ്മൾ പറയുന്ന പേര് ഇഖ്ഫാ എന്നാണ്. ആ നൂനിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മറച്ച് മണിക്കുക എന്നാണ് നമ്മൾ ഇതിന് പറയുന്ന പേര്. ഓക്കെ, ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ തസക്ക, ഖദ് അഫ്ലഹ മൻ തസക്ക. ഓക്കെ, അപ്പോ ഖദ് അഫ്ലഹ മൻ തസക്ക. അടുത്ത ആയത്തൊന്ന് നോക്കാം. وذكر اسم ربه فصلى, وذكر اسم ربه فصلى, وذكر, എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത അറ്റം താഴെ അല്ലെങ്കിൽ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. സ എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത് എവിടുന്നാണ്? നമ്മളുടെ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ്. സ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും. സ്വായും ഉച്ചരിക്കുന്നത് നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലാണ്. സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യും? ഉയർന്നു നിൽക്കും. وذكر اسم ربه فصلى, وذكر اسم ربه فصلى. പക്ഷെ ഇവിടെ പല ആളുകളും തെറ്റി ഉച്ചരിക്കുന്ന ഒരു കാര്യമാണ് സ്വ എന്നുള്ള ഉച്ചാരണം. സ്വ എന്നുള്ള ഉച്ചാരണം 100% തെറ്റാണ്. അത് മലയാളത്തിൽ മാത്രമുള്ള ഒരു ഉച്ചാരണമാണ്. ആ ഉച്ചാരണമല്ല അറബിയിൽ. ഫസ്വ, സ്വ എന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചരിക്കാൻ പാടില്ല. സ്വ എന്ന് ഉച്ചരിക്കുമ്പോൾ ശരിക്കും എന്താണ്? സ് പ്ലസ് വ എന്നുള്ളൊരു ഉച്ചാരണമാണ് വരിക. സ്വ എന്ന് നിങ്ങൾ ഉച്ചരിക്കുമ്പം സ്വ എന്ന് ഉച്ചരിക്കുമ്പോൾ എന്താണ്? സ് പ്ലസ് വ, സ്വ എന്നുള്ളൊരു ഉച്ചാരണമാണ് വരിക. അത് തെറ്റാണ്. അതിന് പകരം ഫസല്ല, ഫസല്ല, ഫസല്ല എന്ന് ഉച്ചരിക്കുമ്പം നമ്മൾ വാവ് ഉച്ചരിക്കുന്നത് പോലെ ചുണ്ട് വൃത്താകൃതിയിൽ വരില്ല. അതേസമയത്ത് സ്വ എന്ന് പറയുമ്പോൾ സ്വ, സ്വ എന്ന് മലയാളത്തിലുള്ള സ്വാഗതം, അതുപോലെ നിങ്ങൾ ഉച്ചരിച്ചാൽ എന്ത് ചെയ്യും? നാവ് വൃത്താകൃതിയിൽ വരും. അതിന്റെ അർത്ഥം എന്താണ്? അത് സ് പ്ലസ് വായാണ്. അപ്പൊ ഫസ്വല്ല എന്നാണ് പറയേണ്ടത്, അല്ലാതെ ഫസ്വല്ല എന്ന് പറയരുത്. ഫസ്വല്ല എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വരണം, നാവിന്റെ മധ്യഭാഗം ഉയരണം. അതാണ് ഫസ്വല്ല എന്ന് പറയുന്നത്. അതേസമയത്ത് സ്വ എന്ന് പറയുമ്പോൾ ചുണ്ട് എന്ത് ചെയ്യും? ഒരു വൃത്താകൃതിയിൽ വരും. അത് തെറ്റായ ഉച്ചാരണമാണ്. وذكر اسم ربه فصلى, റബ്ബിഹി ഫസല്ല എന്നല്ല, ഇവിടെ ഒരു യാ പോലെ ഒരു നീട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹ എന്നുള്ള ഒരു അക്ഷരം ഉച്ചരിക്കുന്നിടത്ത് ചില സ്ഥലത്ത് ഇത് അറബിയുടെ ഒരു നിയമമാണ്. അപ്പൊ നിങ്ങൾ അതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണ് ഈ ഒരു സൂറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റില്ലാതെ ഓതി പഠിക്കുക. وذكر اسم ربه فصلى, بل تؤثرون الحياة الدنيا, بل تؤثرون الحياة الدنيا. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൽ തുസിറൂന ഹയാത്ത ദുനിയ, ഇത് ദ ത ത്വ ഈ പറയുന്ന 3 അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ്. ഇതിൽ ത്വ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കണം. ദാറ്റ ഈ പറയുന്ന 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ ബൽ തുസിറൂന, സ എന്ന് പറയുമ്പം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത്
ഈ പറയുന്ന മൂന്നക്ഷരം. ദായും സായും ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം. ള ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യണം? ഉയർന്നു നിൽക്കണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അപ്പൊ ഇവിടെ ത, അതേപോലെ തന്നെ ദുനിയ, ഈ പറയുന്ന രണ്ടിന്റെയും ഉച്ചാരണം ഒരേ സ്ഥാനമാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഹയാത്തദ് ദുനിയ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ദുനിയ എന്ന് പറയുമ്പം അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാ അല്ലേ? മിൻ യൗമി എന്നുള്ളത് പോലെ തന്നെയല്ലേ? മിൻ യൗമി എന്നുള്ളത് പോലെ തന്നെയല്ലേ ദുനിയ എന്നുള്ളത്? ദുനിയ എന്നുള്ളതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു വാചകത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ? ദുനിയ. മിൻ യൗമി എന്നുള്ളത് 2 വാചകത്തിലാണ്. എന്തായാലും ഇതുപോലുള്ള 1-2 അക്ഷരങ്ങൾ മാത്രമാണ് അപവാദമുള്ളത്. ഇവിടെ ദുന്യ എന്ന് പറയാൻ പാടില്ല. മിൻ യൗമി എന്ന് പറയുന്നത് പോലെ ദുന്യ എന്ന് പറയാൻ പാടില്ല. ദുനിയ എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഇത് പൊതു നിയമത്തിന് അപവാദമായി വരുന്ന, അല്ലെങ്കിൽ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ചില ഉച്ചാരണങ്ങളാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ദ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ധ ധ ധ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കാറ്റ് വരാൻ പാടില്ല. കാറ്റില്ലാതെ ഉച്ചരിക്കണം. ഹയാത്തദ് ദുനിയ, ഹയാത്തദ് ദുനിയ, ഹയാത്തദ് ദുനിയ. അപ്പൊ ധ ധ ധ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലുള്ള ധ ഉണ്ടല്ലോ, ഇത് ഇരട്ടിപ്പിച്ചുകൊണ്ട് ധ ധ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കാറ്റ് വരാൻ പാടില്ല. ഹയാത്തദ് ദുനിയ, ഹയാത്തദ് ദുനിയ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. വൽ ആഖിറതു, ആ എന്നുള്ള ഉച്ചാരണം തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. ആഖിറതു, ഖ എന്നുള്ള ഉച്ചാരണം തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, വൽ ആഖിറതു, ആഖിറതു ഖൈറുൻ, ഖൈറുൻ വഅബ്ഖ. ഇവിടെ തെൻവീനിന് ശേഷം വാവ് വന്നു. തെൻവീനിന് ശേഷം വാവ് വന്നു എന്ന് പറഞ്ഞാൽ നൂന്, വാവ്, മീമ്, യ, ഈ 4 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമും ബിഗുന്ന എന്നാണ് നമ്മൾ പറയാം. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ അവിടെ നൂനിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് നമ്മൾ ചേർക്കും ഖൈറുൻ വ അബ്ഖ എന്നുള്ളത് ഖൈറും വ, ഖൈറും വ, ഖൈറും വ. അപ്പൊ വ എന്ന് ഇരട്ടിപ്പിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നും, പക്ഷേ അവിടെ എന്ത് ചെയ്യണം? മണിക്കുക കൂടി വേണം. ഖൈറും വ അബ്ഖ എന്ന് പറഞ്ഞാൽ പോരാ. ഖൈറും വ അബ്ഖ, വൽ ആഖിറതു ഖൈറും വ അബ്ഖ. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല, ഇന്ന ഹാദാ ലഫിസ് സുഹുഫി. ഇവിടെ 3 ഉച്ചാരണങ്ങളാണുള്ളത്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് അംസ് ഹ, അ ഹ. ഈ പറയുന്ന 2 ഉച്ചാരണങ്ങൾ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് വരുന്നത്. അടുത്തത് ഐൻ ഹ, ഈ പറയുന്ന 2 ഉച്ചാരണങ്ങൾ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത്. ഗൈൻ ഹ, ഈ പറയുന്ന ഉച്ചാരണം ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ്. ഇത് മുകൾ ഭാഗത്ത് നിന്ന്, ഇത് മധ്യത്തിൽ നിന്നാണ്, ഇതെന്താണ്? ഏറ്റവും താഴ്ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ ആണേ? ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല, ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല. ഇവിടെ സുഹഫി, സ്വ, സ ഞാൻ പറഞ്ഞു സ്വായല്ല. അറബിയിൽ സ്വ എന്നുള്ള ഉച്ചാരണം എന്താണ്? നാവിന്റെ കൂർത്ത അറ്റം 2 വരി മുൻപല്ലുകൾക്കിടയിൽ ഉണ്ടാവുക, നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വ എന്നുള്ള ഉച്ചാരണമായിട്ട് പറയുന്നത്. പിന്നെ ന മണിക്കണം എന്നുള്ളത് അറിയാമല്ലോ. ഇന്നഹാദ, ഇന്ന, ഇന്ന എന്ന് പറഞ്ഞു നിർത്താൻ പറ്റില്ല. ഇന്നഹാദ ലഫിസ് സുഹുഫിൽ ഊല.
സുഹുഫി ഇബ്രാഹീമ വമൂസ. സുഹുഫി ഇബ്രാഹീമ, ഇബ്രാഹിം എന്ന് പറയാൻ പറ്റില്ല, ഇബ്രാഹീമ, ഇബ്രാഹീമ വമൂസ. ഇവിടെ നിങ്ങൾക്ക് റ എന്ന് നീട്ടാനൊന്നും ഇവിടെ പ്രത്യേകിച്ച് അലിഫ് ഒന്നും കാണുന്നില്ല. അത് ഈ ഖുർആൻ റസ്മുൽ ഉസ്മാനിയുടെ എഴുത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചില സ്ഥലത്ത് നിങ്ങൾ മാലിക്കി എന്നുള്ളിടത്തൊക്കെ നിങ്ങൾ മാലിക്കി എന്ന് ഓതുമെങ്കിലും അവിടെ ഉണ്ടാവുക ഇങ്ങനെയാണ്, മാലിക്കി അല്ലെ. അപ്പൊ മാക്ക് നീട്ടാൻ വേണ്ടിയിട്ട് ഒരു അലിഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതാണ് റസ്മുൽ ഉസ്മാനി ഖുർആനിന്റെ പ്രത്യേകത. അപ്പൊ ഈ റസ്മുൽ ഉസ്മാനി ഖുർആൻ നമ്മൾ ഓതുമ്പം ഇതുപോലെയുള്ള ഒരുപാട് പാരായണ പിശകുകൾ നമ്മൾ നോക്കി ഓതുകയാണെങ്കിൽ ചിലപ്പം ഈ പറയുന്ന ഇബ്രാഹിമ ഇതൊക്കെ പേരുകളായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവും. അല്ലാത്ത അക്ഷരങ്ങളൊക്കെ ഇപ്പൊ മാലിക് യൗമിദ്ദീൻ ഒക്കെ നമ്മൾ നിരന്തരം കേട്ട് പരിചയമുള്ളതാണ്. അല്ലാത്ത പല സ്ഥലത്തും ഇതുപോലെ നീട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇപ്പം ഇബ്രാഹിം എന്ന് പറയുന്നത് പോലെ, ഇപ്പൊ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ശരിക്കും നമ്മൾ ഇബ്രാഹിം എന്ന് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക. അപ്പൊ അതിന് പകരം ഇപ്പൊ ഖുർആൻ റസ്മുൽ ഉസ്മാനി എഴുത്തിലുള്ളത് എന്താണ്, ഇബ്രാഹിം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ അല്ലെങ്കിൽ സങ്കീർണമാക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ രീതിയിലാണ് നമ്മൾ നമ്മളുടെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂറത്ത് ഒന്ന് ഓതിയിട്ട് ഈ ക്ലാസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സൂറത്ത് ഇവിടെ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചുകൊണ്ട് ഓതി പഠിക്കാം. ഖുർആൻ പരമാവധി തെറ്റില്ലാതെ ഓതാൻ നമ്മൾക്ക് സാധിക്കണം. പരമാവധി എന്ന് ഞാൻ പറയുകയാണ്, പരമാവധി എന്ന് പറയരുത്, പൂർണ്ണമായും തെറ്റില്ലാതെ നമുക്ക് ഓതാൻ സാധിക്കണം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. ആ കലാമ് ഒരു തെറ്റുമില്ലാതെ അതിൻ്റെ പരിപൂർണതയിൽ പാരായണം ചെയ്യുമ്പോൾ മാത്രമേ അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ട ഗുണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, തെറ്റാണ്. പൂർണ്ണമായും തെറ്റില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് കേട്ടുകൊണ്ട് ഈ ഓരോ പ്രശ്നങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾ പരിഹരിക്കുക. നിങ്ങൾ ഒറ്റക്കൊരു റൂമിൽ ഇരുന്ന് പഠിച്ചാലും വേണ്ടിയില്ല. നിങ്ങളുടെ പ്രായമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇത് മനസ്സിലായത്, ഇതൊന്നും പ്രശ്നങ്ങളല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മനസ്സിലായ സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരുത്തി ഓതിക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് AML ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യക്കാരായ മീൻസ് ഈ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹൽ അതാക്ക സൂറത്തുൽ ഗാഷിയുമായിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.